നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റത്തോടനുബന്ധിച്ച് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളുമാണ്. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ എടുക്കുന്ന സമയം ഒരു മാസമാകുന്നു, 30 ദിവസക്കാലമാകുന്നു. മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. സൂര്യനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ബുധനും 30 മുതൽ 45 ദിവസം വരെയാണ് എടുക്കുന്നത്. അപ്രകാരം തന്നെ തുല്യമായി ഏകദേശം ശുക്രനും ചൊവ്വയും അങ്ങനെ തന്നെയാണ്. വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ 1 വർഷമെടുക്കുന്നു. ശനിയാകട്ടെ 2.5 വർഷം, രാഹുകേതുക്കൾ 1.5 വർഷവും. ഇവിടെ സൂര്യൻ്റെ ചാരവശാലുള്ള ഒരു മാസക്കാലത്തെ ഫലനിരൂപണമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. 1200 കുംഭമാസം 30-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ഉദ്ദേശം വൈകിട്ട് 6:30 കുംഭമാസത്തിൽ നിന്നും മീനമാസത്തിലേക്ക് സൂര്യൻ്റെ പ്രയാണം. ഇതിന് മീനരവി സംക്രമമെന്നാണ് പറയുന്നത്. ഇവിടെ മീനൻ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് ആരോഹണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം ഗുണമാണ്. കഴിഞ്ഞ 2 മാസം മകരവും കുംഭവും സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച മാസങ്ങളാണ്. പക്ഷേ ആശ്രയഫലം അത്ര ഗുണമായിരുന്നില്ല മകരത്തിലും കുംഭത്തിലും. പക്ഷേ മീനത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ്. തോയോത്ഥ പണ്യവിഭവ വനിതാധൃതശ്ച അന്ത്യേ. തോയ ഉത്ഥ പണ്യവിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ നിന്നുമുണ്ടാകുന്ന ലാഭം സൂര്യൻ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർക്ക്. സ്വതവേ മീനം ഒരു ജലരാശിയാണ്. അതിൻ്റെ ചിഹ്നം തന്നെ 2 മത്സ്യങ്ങളാണ്. അതിനാൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയിക്കും മീനമാസത്തിൽ സൂര്യൻ വരുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വനിതാധൃത, വനിതകളാൽ, സ്ത്രീകളാൽ ആദരിക്കപ്പെടുക എന്നൊരു വലിയ ഫലവും കൂടിയുണ്ട്. തൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകളാൽ ആദരിക്കപ്പെടുക, ബഹുമാനിക്കപ്പെടുക, അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക, ദാമ്പത്യത്തിലൊക്കെ തന്നെ തൻ്റെ കർമ്മമേഖലയിൽ അന്യ സ്ത്രീകളാൽ തനിക്ക് ആദരവ് ലഭിക്കുക, ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇവിടെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ഈ ഒരു സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള പ്രയാണവും ആ പ്രയാണത്തോടനുബന്ധിച്ചുള്ള ശുഭാശുഭ ഫലങ്ങളുമാണ്. വൃശ്ചികൻ രാശി എന്നാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ ആരാകുന്നു? അവരുടെ കർമ്മപതിയാകുന്നു, അവരുടെ ജോലിയെ ചിന്തിക്കുന്ന ഭാഗമാകുന്നു, 10-ാം ഭാവമാകുന്നു. വൃശ്ചികൻ രാശിയുടെ 10-ാം ഭാവം ചിങ്ങം, ആ ചിങ്ങത്തിൻ്റെ അധിപനാകുന്നു സൂര്യൻ. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ കഴിഞ്ഞ 1 മാസക്കാലം 4-ാം ഭാവത്തിലായിരുന്നു. വിസുഖ പീഡിതമാനസ ചതുർത്ഥേ, സുഖം കുറയുക, സ്വസ്ഥത കുറയുക, മനസ്സിനങ്ങേറ്റം പീഡ വരിക, പ്രയാസങ്ങൾ വരിക. അതിൽ നിന്നും മാറി സൂര്യൻ 5-ാം ഭാവത്തിലേക്ക് വരുന്നു. അടുത്ത മാസം സൂര്യൻ ഉച്ചത്തിലേക്ക് വരും. വൃശ്ചികൻ രാശിക്കാർക്കാണ് സൂര്യൻ ഏറ്റവും അത്യധികം എക്സാൾട്ടഡ് പോയിൻ്റായ മേടൻ രാശിയിലേക്ക് വരുന്നത്, കർമാധിപനായ ഉച്ചത്തിലേക്ക് വരുന്നത്. അതിന് മുന്നോടിയായി സൂര്യൻ ഒരു ഊർധ്വമുഖ രാശിയായി 5-ാം ഭാവത്തിലേക്ക് വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പക്ഷെ 5-ാം ഭാവം ശ്രദ്ധിക്കണം. 5-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ അസുതോ ധനവർജിത സ്ത്രീകോണേ അസുത, തൻ്റെ സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ മക്കളില്ലാത്തൊരവസ്ഥ. മറ്റൊന്നോ ധനവർജിത, തനിക്ക് ധനം കൈവിട്ടു പോകും. അവിടെ എങ്ങനെയാണ് സന്താനങ്ങൾക്ക് ക്ലേശമുണ്ടാകുന്നത്? പലപ്പോഴും ഗർഭിണിയായ സ്ത്രീകൾക്ക് ഇവിടെ അബോർഷൻ ഉണ്ടാകാം. മക്കളുള്ള മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവരുടെ ആരോഗ്യകരമായ വിഷയങ്ങൾക്ക് വേണ്ടി വളരെയധികം ക്ലേശങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഈ ഒരു മാസക്കാലം ഉണ്ടാകും വൃശ്ചികൻ രാശിക്കാരായ മാതാപിതാക്കൾക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അവരുടെ പഠനത്തിന് വേണ്ടി ധാരാളം കാശ് ചെലവാക്കേണ്ടി വരും. മക്കൾ പഠനത്തിനായിക്കൊണ്ട് ദേശം വിട്ടു പോകുന്നു. ആ ദേശം വിട്ട യാത്രയിൽ മക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്ക് ആ പാർഷ്യൽ സെപ്പറേഷൻ, അത് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാക്കും വൃശ്ചികൻ രാശിക്കാർക്ക്. അച്ഛനും അമ്മയോടുകൂടെ തന്നെ കിടക്കുന്ന സ്നേഹനിധിയായ മകൻ ദേശം വിട്ട് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നു.
ആ സമയത്തുണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കം വളരെയധികം അനുഭവിക്കേണ്ടി വരും. ആര്? വൃശ്ചികം രാശിക്കാർ. പിന്നീട് 5ാം ഭാവം എന്താണെന്ന് നിങ്ങൾ അറിയണം. പ്രജ്ഞാ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമഭി ചിന്ത്യം. ഇവിടെ പാപഗ്രഹമായ സൂര്യൻ 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ല മനസ്സുണ്ടാകില്ല. പലപ്പോഴും ദുഷ്ടബുദ്ധി കൂടുതലായിരിക്കും. പലപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ചില ഉപദേശിക്കുന്നവർക്ക് തങ്ങളുടെ രാജാവിനെ അല്ലെങ്കിൽ തങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ വ്യക്തിക്ക് തങ്ങളുടെ ക്ലയൻസിനെ ദുഷ്ടബുദ്ധി ഉപദേശിക്കുക, സൂക്ഷ്മമായ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഫൈന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ലാഭം കിട്ടുവാൻ, ടാക്സ് വെട്ടിക്കുവാൻ ഒക്കെ വൃശ്ചികൻ രാശിക്കാർക്ക് വളരെയധികം വാസന കൂടും. അവർ അപ്രകാരം ഉപദേശിച്ചു കൊടുക്കും തങ്ങളുടെ ക്ലയൻസിന്. മന്ത്രിയാണെങ്കിൽ രാജാവിനെ ഉപദേശിച്ചു കൊടുക്കുന്ന മന്ത്രം നല്ലതായിരിക്കില്ല. അത് പലപ്പോഴും ദുഷ്ടബുദ്ധിയോടുകൂടിയുള്ള ഉപദേശങ്ങളായിരിക്കാം. അതിനാൽ വൃശ്ചികം രാശിക്കാരുടെ ഉപദേശം സ്വീകരിക്കുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കണം. പലപ്പോഴും അപകടത്തിലേക്ക് ചെന്നു ചെല്ലാൻ ധാരാളം സാധ്യത കാണുന്നുണ്ട്. പൂരികമായ പുണ്യം, അതിന് നാശമുണ്ടാകുന്നു. ഇവിടെ 5ാം ഭാവം മന്ത്രസ്ഥാനമാകുന്നു. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ആദിത്യ ഹൃദയമന്ത്രവും ജപിക്കുക. എന്നിട്ട് ശിവനെ പ്രീതിപ്പെടുത്തുക, സൂര്യനെ പ്രീതിപ്പെടുത്തുക. സൂര്യനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുന്നത് വളരെയധികം ഗുണകരമാണ്. കാലത്ത് എഴുന്നേറ്റ് നിങ്ങൾക്ക് സൂര്യനെ നോക്കാം. ആദ്യത്തെ ദിവസം നോക്കിയാൽ നിങ്ങൾക്ക് കണ്ണുകൾക്ക് ബുദ്ധിമുട്ട് വരും. ആദ്യത്തെ ദിവസം 5 സെക്കൻഡ്സ് ആകാം, പിന്നീട് 10 സെക്കൻഡ്സ്, അങ്ങനെ 1 മിനിറ്റ് വരെ നിങ്ങൾക്ക് സൂര്യനെ നോക്കാം. സൂര്യനിൽ നിന്നും കിട്ടുന്ന കോസ്മിക് എനർജി, ആ കാലത്തെ എനർജി നിങ്ങൾ ശരീരത്തുള്ള ബാറ്ററിയെ ചാർജ് ചെയ്യുവാൻ പര്യാപ്തമാണ്. അപ്രകാരം ശാരീരികമായി ഒരു സന്തുലിതാവസ്ഥ എനർജി ചക്രത്തിൽ, ഓറാ ചക്രത്തിൽ നിങ്ങൾക്കുണ്ടാക്കാം. നിങ്ങളുടെ മൂലാധാരം ബേസ് ചക്രയ്ക്ക് നിങ്ങൾക്ക് നല്ല ബലം കൊടുക്കാം. ഇത് വളരെ ഗുണകരമാണ് വൃശ്ചികൻ രാശിക്കാർ. അപ്രകാരം തന്നെ 5ാം ഭാവം എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഉദരമാകുന്നു. വരാംഗം, ആന്നം, ഉരഹാകൃത്ത്, ക്രോഡം, വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടും വളരെയധികം. പ്രത്യേകിച്ച് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിട്ടുണ്ട് 5ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ഫലം. സുതസ്ഥാനകയെ പൂർവജാപത്യതാപി, തൻ്റെ ആദ്യ സന്താനത്തിനെ പറ്റി തനിക്ക് ദുഃഖമുണ്ടാകും എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. കുശാഗ്രീയ ബുദ്ധി, വൃശ്ചികൻ രാശിക്കാർ 5 സൂര്യൻ കുശത്തിൻ്റെ ബുദ്ധിയാണ്. അത്രയും സൂക്ഷ്മതീരിയ ബുദ്ധി ഇവർക്കുണ്ടാകും. രവോ മന്ത്രവിദ്യ, തനിക്ക് മന്ത്രം പഠിക്കാം, മാന്ത്രികമായ വിഷയങ്ങൾ പഠിക്കാം. ഏത് വിഷയവും പഠിക്കാൻ ഈ മീനമാസം വളരെ അനുകൂലമാണ്. ഞാനിവിടെ ലണ്ടനിലാണ്, എങ്കിലും ഞാൻ 1500ഓളം സുഭാഷിതങ്ങൾ എഴുതുവാനുള്ള യജ്ഞം നാളെ ആരംഭിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു. നാളെ ഇവിടുത്തെ ഉദയം മുതൽ ഞാൻ സുഭാഷിതം എഴുതാൻ തുടങ്ങി. 3 ഭാഷകളിൽ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളായി നാളെ ആരംഭിക്കുകയാണ്. അതിന് കഠിന ശ്രമമാണ്. അതിനാൽ വിദ്യയ്ക്ക് നന്നാകുന്നു നാളെ സൂര്യൻ മീനരാശിയിൽ വരുമ്പോൾ. വളരെ ആ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായി എടുക്കാം. രഥോ വഞ്ചനയെ സഞ്ചയേപി പ്രമാദി, മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ തനിക്ക് താല്പര്യം കാണും. അപ്പം മറ്റുള്ളവരെ പറ്റിച്ചിട്ടാണെങ്കിലും സഞ്ചയേപി, തനിക്ക് ധാരാളം കാശുണ്ടാക്കാൻ കഴിയും. അതിനാൽ ശ്രദ്ധിക്കണം. അന്യനെ ചതിക്കാതെ വഞ്ചിക്കാതെ കാശുണ്ടാക്കാൻ ശ്രമിക്കേണ്ടുന്ന മാസമാകുന്നു. ധാരാളം കാശ് വരും, സമ്പത്ത് വരും. മൃതി ക്രോഡരോഗാദിജാ ഭാവനീയ, വയറുവേദന കൊണ്ട് തനിക്ക് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ 5ാം ഭാവം തൻ്റെ വയറാണ്. വളരെയധികം വയറിന് ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. വളരെയധികം വയറിന് ബുദ്ധിമുട്ടും ഈ ഒരു മാസക്കാലം. ഞാൻ പറഞ്ഞു, ശിവൻ്റെ പ്രാർത്ഥനകൾ മുഴുകുക, ശിവന് വേണ്ട വഴിപാടുകൾ ചെയ്യുക. മന്ത്രമാണ്, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഇതൊക്കെ ജപിച്ച് ഈ ഒരു മാസക്കാലം അനുകൂലമാക്കി എടുക്കുക. വൃശ്ചിക രാശിക്കാർ നന്ദി, നമസ്കാരം.